കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവുകയാണ്. അതെ, നമ്മൾ ഓരോ കാസർഗോഡുകാരനും ഒരുപാട് വർഷങ്ങളെ കാത്തിരിപ്പായിരുന്നു, നമ്മുടെ എല്ലാവരുടെ സ്വപ്നമായിരുന്നു നമ്മുടെ ജില്ലയിലേക്ക് സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളത്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിലാണ് തറക്കല്ലിട്ടത്. എന്നാൽ ഇന്ന് 2025 ഏകദേശം 12 വർഷത്തിന് ശേഷം നമുക്കൊരു ഗുഡ് ന്യൂസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി അനൗൺസ് ചെയ്തത്. അതായത് നമുക്ക് നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. അതായത് 2025-26 അധ്യയന വർഷത്തിൽ തന്നെ 50 സ്റ്റുഡൻസുള്ള ഫസ്റ്റ് ബാച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് കാസർഗോഡ് ജില്ലക്ക് മാത്രമല്ല, വയനാട് ജില്ലയിലേക്കുള്ള മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ബാച്ച് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ആവുകയാണ് 50 പിള്ളേരെ വെച്ചിട്ട്. ഇതോടെ കൂടി തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉള്ള ജില്ലകളായി മാറുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും കാസർഗോഡ് ജില്ലക്കാരാണ്. വിദ്യാഭ്യാസം അതേപോലെ തന്നെ ആരോഗ്യ മേഖല വളരെ പിന്നോക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലായതും ഒരുപാട് കഷ്ടപ്പെട്ടതൊക്കെ അതിർത്തി അടച്ച സമയത്തൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് പോസ്റ്റ് കോവിഡ് നമുക്ക് കാസർഗോഡ് ഒരുപാട് ഡെവലപ്മെന്റ്സ് ആണ് ഈ രണ്ട് മേഖലയിലും കാണുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് അങ്ങനെ, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അതായത് കാസർഗോഡ് നിലവിൽ ഒരു വശത്ത് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. മറുവശത്ത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യത്തെ ലോ കോളേജ് മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജിൽ 2 വർഷം മുന്നേ അവിടുത്തെ പ്രിയങ്കരനായ MLA ഓൾറെഡി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ മലബാറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉള്ള KMCT കോളേജ് അല്ലെങ്കിൽ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു ക്യാമ്പസും കൂടി കാസർഗോഡിൽ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതും കാസർഗോഡ് തന്നെയാണ്. അതേപോലെ തന്നെ UAE-യിലും അതേപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏസ്റ്ററിന്റെ ഒരു ഹോസ്പിറ്റലും കൂടി കാസർഗോഡിൽ വന്നിരിക്കുകയാണ്. ഇതോടെ 3-4 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് കാസർഗോഡിൽ ആരോഗ്യ മേഖലത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വന്നത്. ഇനി വരുന്ന ആളുകളിൽ ഇനിയും ഒരുപാട് നല്ല പദ്ധതികളും ഒക്കെ കാസർഗോഡിൽ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ വരുന്ന ആളുകളിൽ പുതിയ മോൾസ് കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് മംഗലാപുരത്തെ ആശ്രയിക്കാതെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാസർഗോഡിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും കാസർഗോഡിൽ വൻകിട പദ്ധതികൾ ഉണ്ടെങ്കിൽ അതൊന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ.